വിഷുവിന് എന്തായാലും ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ഏറെ പ്രാധാന്യമാണ്. അതുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ടാണ്. വിഷുവിന് നിറകണിയായി കൃഷ്ണവിഗ്രഹങ്ങൾ. വിപണിയിൽ കണിക്കൊന്നയ്ക്കൊപ്പം വലിയ ഡിമാൻഡാണ് ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾക്ക്. കണിയൊരുക്കാനുള്ള പഴയ പഴവർഗ്ഗങ്ങളും ഒപ്പം കണിക്കിറ്റും എറണാകുളത്തെ മാർക്കറ്റിൽ അങ്ങനെ റെഡിമെയ്ഡായിട്ട് തയ്യാറുണ്ടായിരുന്നു. ആ റിപ്പോർട്ടാണ്. 150 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള കൃഷ്ണവിഗ്രഹങ്ങളായിരുന്നു കണിദർശനത്തിനായി വിപണിയിലുണ്ടായിരുന്നത്. ഫൈബറിലും പോളി മാർബിളിലും മാർബിൾ ഡസ്റ്റിലും നീലക്കണ്ണനും കാർവർണ്ണനും തേജസ്സോടെ നിരന്നു. പേപ്പർ പൾപ്പിലുള്ള കണ്ണന്മാരും ഉണ്ടായിരുന്നു. അതിന്റെ റേറ്റുകൾ എന്ന് പറഞ്ഞാൽ ചെറുത് മുതൽ ഒരു 150 രൂപ മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പേപ്പർ പൾപ്പാണ് നമ്മുടെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ. പിന്നെ മാർബിൾ ഡസ്റ്റ് അങ്ങനെ കൂടി മെറ്റീരിയൽ, ഫൈബർ അങ്ങനെ എല്ലാ റേഞ്ചുള്ള മെറ്റീരിയൽസും ഉണ്ട് ഒരുവിധം. പിന്നെ മെറ്റലിൻ്റെ ഒക്കെ ഉണ്ട്, കുറച്ച് കൂടിയ റേഞ്ച് മെറ്റലുകളുടെ ഒക്കെ ഉണ്ട്. സ്ഥിരമായി വിൽക്കുന്ന കടക്കാരനാണ്. ഇത്തവണ നല്ല കച്ചവടമാണ്, കുഴപ്പമില്ല. എല്ലാ പ്രാവശ്യത്തേക്കായും ഇത്തവണ കൂടുതലാണ് കച്ചവടം. പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾക്ക് ഇത്തവണയും വലിയ ഡിമാൻഡായിരുന്നു. കണിക്കൊന്നപ്പൂക്കൾ കിട്ടാത്തവർ പ്ലാസ്റ്റിക് കൊന്നകൾ വാങ്ങി വീട്ടിലെത്തി. കണി വെക്കുന്നുണ്ട്, കണിയുടെ സാധനം കുറച്ചും കൂടി വാങ്ങിക്കാനുണ്ട്. കണിക്കൊന്ന വാങ്ങിച്ചിട്ടില്ല, നോക്കണം ഇവിടെ കിട്ടുമെന്നാവും. പക്ഷെ ഇവിടെ സാധാരണ എല്ലായിടത്തും കാണാൻ ഇപ്രാവശ്യം വന്നിട്ട് ഈ സംഭവം കണ്ടിട്ടില്ല. മറ്റേ പ്ലാസ്റ്റിക്കിന്റെ അപ്പുറത്തിപ്പുറത്തൊക്കെ കാണാനുള്ളത്. പ്ലാസ്റ്റിക് ആണ് ചില ആളുകളുടെ കയ്യിൽ മാത്രമേ ഇങ്ങനെ കാണുന്നത്. കണി കാണാനുള്ള എല്ലാ ഫലവർഗ്ഗങ്ങളും ഒരുമിച്ച് ഒരു കിറ്റായും മാർക്കറ്റിലുണ്ടായിരുന്നു. പ്രത്യേകമായി വാങ്ങേണ്ട എന്നതുകൊണ്ട് വിഷുക്കിറ്റിനും ആവശ്യക്കാരേറെയായിരുന്നു. കണി വെള്ളരി മേടിച്ച്, ചക്ക മേടിക്കണം, ആപ്പിൾ കുറച്ച് മുന്തിരി എല്ലാം മേടിച്ച് നമ്മുടെ കണി വേണ്ട സാധനം എല്ലാം ഒരുക്കി വെക്കണം. അത് രാത്രി ഇരുന്നതിനൊക്കെ എല്ലാം ഒരുക്കി വെളുപ്പിനെല്ലാം തീർത്തിരിക്കും. രാവിലെ പായസമൊക്കെ ഉണ്ടാക്കും. എങ്ങനെ ഈ തിരക്കിനിടക്ക് വിലയുടെ കാര്യത്തിലൊക്കെ വില ഇപ്പൊ ഒന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് മേടിക്കാതിരിക്കാൻ പറ്റില്ല. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മാർക്കറ്റിലെ തിരക്കിലലിഞ്ഞ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പുത്തൻ വസ്ത്രങ്ങളും വാങ്ങിയെത്തിയ മലയാളി ഇന്ന് കണി കണ്ടുണർന്ന നന്മയുടെ പ്രതീക്ഷയിൽ സമൃദ്ധിയുടെ ആഘോഷത്തിലാണ്. ജനം, കൊച്ചി.